മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും നിർമ്മലാമ്മയും കൂടി CKCയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയതും അത് ക്ഷേത്രത്തിൽ കൊടുത്തെന്ന് പറഞ്ഞതും ഗൗതം വിശ്വസിക്കുന്നില്ല. ഗൗതം വീണ്ടും നിർമ്മലാമ്മയോട് അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്നു. ഇവർ തമ്മിലുള്ള സംസാരം കേട്ട് പാർവതിയമ്മ വരുന്നു. എന്റെ അച്ഛൻ ആരാണെന്ന് പറയൂ അമ്മേ എന്ന് ഗൗതം നിർമ്മലാമ്മയോട് വീണ്ടും ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുന്നു പാർവതിയമ്മ. നിർമ്മലാമ്മ ഗൗതമിനോട് പറയുന്നു, നീ എത്ര ചോദിച്ചാലും ഞാനതിപ്പോൾ പറയില്ല എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് പാർവതിയമ്മ. ഇവരുടെ ശബ്ദം കേട്ട് നിധിയും വരുന്നു. നിന്റെ അച്ഛൻ ആരാണെന്ന് നീ എന്തിനാണ് നിർമ്മലയോട് ചോദിക്കുന്നതെന്ന് ഗൗതമിനോട് പാർവതിയമ്മ ചോദിക്കുന്നു. നിന്റെ പെറ്റമ്മ ആരാണെന്ന് നിനക്കറിയാമോ ഗൗതം? ഇത് കേട്ട് നിധി പറയുന്നു, ഗൗതം വെറുതെ പറയുകയാണമ്മേ, എന്റെ പെറ്റമ്മ ആരാണെന്ന് എനിക്കറിയാം. അത് ഞാൻ അറിഞ്ഞിട്ട് കുറെ നാളുകളായി. ഈ നിൽക്കുന്ന നിർമ്മലാമ്മയാണ് എന്റെ പെറ്റമ്മ. ഗൗതം പറയുന്നത് കേട്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. പാർവതിയമ്മ ദയനീയമായി നിധിയെയും നിർമ്മലാമ്മയെയും നോക്കുന്നു. അവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ഗൗതമിനോട് നിധി പറയുന്നു, വേണ്ടായിരുന്നു ഗൗതം, ഇപ്പോൾ ഇതൊന്നും പറയരുതായിരുന്നു. ഞാൻ കുറെ നാളുകളായി ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുകയായിരുന്നു. ഇവരാണ് എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കാതിരുന്നത് എന്ന് ഗൗതം പാർവതിയമ്മയോട് പറയുന്നു. ഗൗതമിന്റെ പെറ്റമ്മ നിർമ്മലയാണെന്നറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ ലോകത്തു നിന്ന് പോകുമെന്ന് നിധിയോട് പലപ്പോഴും പാർവതിയമ്മ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പാർവതിയമ്മ അവിടെ നിന്നും ഓടിപ്പോകുന്നു. എന്നിട്ട് റൂമിൽ കയറി വാതിലടക്കുന്നു. എല്ലാവരും കൂടി പാർവതിയമ്മയുടെ പുറകെ വന്ന് വാതിൽ തുറക്കാൻ പറയുന്നു. ഗൗതം വാതിൽ തുറക്കമ്മേ, അമ്മയുടെ മകൻ ഞാനല്ലേ, വാതിൽ തുറക്കമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയാണ് ഗൗതം. അത് കേട്ടു നിൽക്കാൻ പാർവതിയമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറക്കുന്നു. പാർവതിയമ്മയോട് ഗൗതം പറയുന്നു, അമ്മ കഴിഞ്ഞിട്ടേ എനിക്ക് ആരുമുള്ളൂ. ഇന്ന് എന്നെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്നോ? ഈ അമ്മയുടെ വയറ്റിൽ ഞാൻ ജനിച്ചില്ലല്ലോ എന്നാണ്. ഗൗതമിന്റെ ഈ വാക്ക് പാർവതിയമ്മയുടെ എല്ലാ ദേഷ്യവും ഇല്ലാതാക്കി. സത്യമാണോ ഗൗതം നീ പറയുന്നത്? അതേ അമ്മേ, എന്നെ വിശ്വസിക്ക്. ഞാൻ അമ്മയെ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ഗൗതം പാർവതിയമ്മയുടെ കാലിൽ വീഴുന്നു. അതേ പാറു, അവൻ നിന്റെ മകനാണ്. ഗൗതമിൽ നിനക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇവനെ നീ എടുത്തോ എന്ന് പറഞ്ഞ് ഗൗതമിനെ പാർവതിയമ്മയുടെ അടുത്തേക്ക് തള്ളിവിടുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നിധിക്കും സന്തോഷമായി. ഇങ്ങനെ തന്നെ ഇതിനൊരവസാനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ് പല നുണകളും പറഞ്ഞ് ഇക്കാര്യം ഇതുവരെ എത്തിച്ചത്. എന്നോട് ക്ഷമിക്കണം അമ്മേ. പാർവതിയമ്മ അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നു. നിർമ്മലാമ്മ പറയുന്നു, ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു കരടായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. നിർമ്മലെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഗൗതമിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവനിൽ ആരും അവകാശം പറയരുതെന്ന് ആഗ്രഹിച്ചത്. നീ ഇനി ഇവിടെ നിന്നും എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞ് പാർവതിയമ്മ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ഗൗതമിന്റെ ആവശ്യപ്രകാരം ഹൈടെക് സിറ്റിയുടെ നിർമ്മാണ ചുമതല പ്രണവിനെ തന്നെ കമ്പനി കൊടുക്കുന്നു. പ്രണവ് അറിയാതെ എല്ലാ മേൽനോട്ടവും ഞാൻ ചെയ്തു തരാമെന്നും ഗൗതം കമ്പനിക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഗൗതം പറഞ്ഞതുകൊണ്ടാണ് ഹൈടെക് സിറ്റി നിർമ്മാണ ചുമതല പ്രണവിന് കിട്ടിയതെന്ന് പ്രണവ് അറിയരുതെന്നും ഗൗതം പറയുന്നു. പ്രണവിനെ വിളിച്ച് കമ്പനി ഇക്കാര്യം പറയുന്നു. അതോടെ ശിവാനിയുമായി പ്രണവ് സന്തോഷം പങ്കിടുന്നു. വസുന്ധരയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നു ശിവാനി. ഗൗതമല്ലല്ലോ പ്രണവ്. ബിസിനസ്സിൽ യാതൊരു കഴിവുമില്ലാത്ത അവനെ വിശ്വസിച്ച് ആരെങ്കിലും ഇത്രയും വലിയ പ്രൊജക്റ്റ് ഏൽപ്പിക്കുമോ? അതുപോലും ചിന്തിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടുപേര് മാറ്റി ഇത്രയും കാലം അവനെ ചതിച്ച ശിവാനിയുടെ പേര് നൽകിയ കമ്പനിക്ക് ആരെന്ത് കൊടുക്കാനാണെന്ന് പോലും അവൻ ചിന്തിക്കുന്നില്ല. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.